കാശ് കൊടുത്ത് പത്രം വാങ്ങി വായിക്കുന്നതൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുക. പീഡനങ്ങളൊക്കെ കുറഞ്ഞു. മൊബൈൽ വഴി പരിചയപ്പെട്ട 18 വയസ്സുകാരിയെ 55 വയസ്സുകാരൻ വിവാഹം ചെയ്തു. അത് കൊള്ളാം. ഒരു മിസ്ഡ് കോളിൽ നിന്നാണ് ഇവരുടെ പ്രണയത്തിന്റെ തുടക്കം. പ്രായവ്യത്യാസം ഉണ്ടെങ്കിലും മനസ്സുകളുടെ പൊരുത്തമാണ് ഞങ്ങളെ കൂട്ടിച്ചേർത്തതെന്നാണ് ഇരുവരുടെയും അഭിപ്രായം. പത്മനാഭൻ നായരുടെയും മിനിയുടെയും വിവാഹം 22-ാം തീയതി കൊല്ലം രാജരാജേശ്വരി മണ്ഡപത്തിൽ നടക്കും. 55-കാരൻ പത്മനാഭൻ നായർക്ക് 18-കാരി മിനിയെ കിട്ടി. ബോറടിച്ചിരിക്കുന്ന ഈ പ്രാഞ്ചിക്ക് ഒരു മിസ്ഡ് കോള് പോലും വരുന്നില്ലല്ലോ എന്റെ കർത്താവേ. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഹലോ സർ. എന്റെ കർത്താവേ, ഇത്ര പെട്ടെന്ന് നിന്റെ പ്രാർത്ഥന കേട്ടോ? ഹലോ സർ. ഹലോ, യെസ്, ഞാൻ ബ്രില്യൻസ് ബാങ്കിന്റെ ബിസിനസ് എക്സിക്യൂട്ടീവ് ആണ് വിളിക്കുന്നത്. ആയിക്കോട്ടെ. എന്തിനാ എക്സിക്യൂട്ടീവ് വിളിച്ചേ? താങ്കൾക്ക് കാർ ലോൺ ആവശ്യമുണ്ടോ സർ? താല്പര്യമുണ്ടെങ്കിൽ ബാങ്കിന്റെ ഓഫേഴ്സിനെ കുറിച്ച് സംസാരിക്കാനായിരുന്നു. ഈ ലോണിന്റെ കാര്യമില്ലാതെ എന്ത് സംസാരിക്കാനും എനിക്ക് ഭയങ്കര താല്പര്യമാണ്. നേരം വെളുക്കോളം സംസാരിക്കാം. സോറി സർ. ഹലോ, ഹലോ. നല്ല സുഖമുള്ള ശബ്ദമായിരുന്നു. ഒരു ലോൺ എടുക്കുമായിരുന്നെങ്കിൽ സ്ഥിരമായിട്ട് സംസാരിക്കായിരുന്നു. കാതുകുത്തിയവള് പോയാ കടുക്കനിട്ടവള് വരും. ഒരു മിസ്ഡ് കോൾ വഴിയുള്ള പരിചയമുള്ളൂ ഞാനും അഖിലും തമ്മിൽ. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ച് ഒരുപാട് അങ്ങ് അടുത്തു. നിങ്ങൾ ഫോണിലൂടെ സംസാരിക്കുന്നല്ലാതെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല? ഇല്ല. ഫേസ്ബുക്ക് വഴി പോലും കണ്ടിട്ടില്ല? ഞാൻ ഫേസ്ബുക്ക് ഒന്നും ഉപയോഗിക്കാറില്ല. ഒരു 2 മാസം മുമ്പ് അമ്മയുടെ ഓപ്പറേഷന് പണമില്ലെന്ന് പറഞ്ഞ് ഒത്തിരി സങ്കടപ്പെട്ട് വിളിച്ചു. ഞാൻ എന്റെ മാലയും വളയും പണയം വെച്ച് 50,000 രൂപ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു. അഖിലിന്റെ കാര്യം വീട്ടിൽ പറയാനിരിക്കുമ്പോഴാ എന്റെ കല്യാണം ഗൾഫിലുള്ള ബന്ധുവിന്റെ മോനുമായി വീട്ടുകാർ തീരുമാനിച്ചത്. അത് ഞാൻ അഖിലിനോട് പറഞ്ഞു. ഇനി അവിടെ നിൽക്കണ്ടെന്ന് അയാൾ പറഞ്ഞതനുസരിച്ചാ ഞാൻ പാലക്കാട്ട് നിന്ന് ഇങ്ങോട്ട് വന്നത്. ഓ, അയാള് ഏത് അഡ്രസ്സിൽ വരാനാ പറഞ്ഞത്? അങ്ങനെ അഡ്രസ്സൊന്നും തന്നില്ല. തിരുവനന്തപുരത്തുനിന്ന് ബസ് കയറി തച്ചങ്കോട് ഇറങ്ങാൻ പറഞ്ഞു. അവിടെ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവുമെന്നും പറഞ്ഞു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അഖിലിന് പകരം വേറൊരാളാ വന്നത്. അതെന്താ അഖില് വരാഞ്ഞത്? എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അയാളുടെ കൂടെ വരില്ലാന്ന് തീർത്ത് പറഞ്ഞപ്പോ വന്നയാള് ബലമായി എന്നെ കാറിൽ പിടിച്ചു കയറ്റാൻ ശ്രമിച്ചു. അങ്ങനെ ഞാൻ ബഹളം വെച്ചപ്പോ വന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരാ എന്നെ ഇവിടെ എത്തിച്ചത്. അതിനുശേഷം അഖിൽ ഫോൺ എടുത്തിട്ടില്ല അല്ലേ? ഇല്ല. അപ്പൊ തന്നെ മനസ്സിലായില്ലേ അയാള് കുട്ടിയെ ചീറ്റ് ചെയ്യായിരുന്നു? നാളെ എന്റെ കല്യാണം നിശ്ചയ. അഖിലിനെ വിശ്വസിച്ച് വന്നിട്ട് ഒടുവിൽ ഒരപകടത്തിൽ ചെന്ന് ചാടുന്നതിന് മുൻപ് അയാൾ എങ്ങനത്തെ ആളാണെന്ന് മനസ്സിലായില്ലേ? അതല്ലേ ഭാഗ്യം. സെബാസ്റ്റ്യൻ സാർ. എന്താ സാർ? എന്താ കുട്ടിയുടെ പ്രശ്നം? സാർ ഇങ്ങോട്ട് വിളിക്കണോ? വേണ്ട വേണ്ട, താൻ അവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നതുകൊണ്ട് വിളിച്ചതാ. എന്താ കുട്ടിക്ക് ഇത്രമാത്രം പറയാനുള്ളത്? സംഗതി ലൈനാണ് സാറേ. ആരുമായിട്ട്? ഏതോ ഒരു അഖിൽ. പെണ്ണ് പാലക്കാട്ടുകാരിയാ. ഈ അഖിലെന്ന് പറയുന്നവൻ ഇവിടെ തച്ചങ്കോട്ടുകാരനാ. പക്ഷേ ആ പയ്യനും ഈ കൊച്ചും ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. മൊബൈൽ വഴിയുള്ള പ്രണയമാണ്. നാളെ ആ കുട്ടിയുടെ വിവാഹ നിശ്ചയമാണ്. അഖില് പറഞ്ഞിട്ട് അവൾ ഇന്നലെ വീട്ടിൽ നിന്ന് മുങ്ങി. പക്ഷേ ഈ കുട്ടി ഇവിടെ എത്തിയപ്പോ അവൻ അങ്ങ് മുങ്ങി. അവനെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ? ഒരു മൊബൈൽ നമ്പർ അല്ലാതെ വേറെ യാതൊരു വിവരവും. സംസാരിച്ചു കഴിഞ്ഞിട്ട് ആലിസിനോട് ഇങ്ങോട്ട് വരാൻ പറ. സാർ. മൊബൈൽ പ്രണയം പിടിക്കാം. രമ്യ, കരഞ്ഞിട്ടിനി എന്താ കാര്യം? ഇതുപോലൊരാൾക്ക് വേണ്ടി ഞാൻ എന്റെ വീട്ടുകാരെ ഉപേക്ഷിച്ച് വന്നല്ലോ എന്ന് ഓർക്കുമ്പോ. രമ്യയുടെ വിവാഹം വീട്ടുകാർ ആലോചിച്ചതുപോലെ തന്നെ നടക്കും. എന്നെ ഇവിടെ വിളിച്ചു വരുത്തി ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചവനെ അറസ്റ്റ് ചെയ്യണം സാർ. രമ്യ വിശദമായൊരു പരാതി എഴുതിത്താ. അവനെ അവന്റെ കൂട്ടാളികളെയും കസ്റ്റഡിയിൽ എടുക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. സബീന, പരാതി എഴുതി വാങ്ങിക്കോ. പിന്നെ ഫുൾ ഡീറ്റെയിൽസ് വാങ്ങണം. ഞാനിപ്പോ വരാം. ശരി. രമ്യ എന്നാ കുട്ടിയുടെ പേര്.
പാലക്കാട് നിന്നും കാമുകന്റെ കൂടെ ജീവിക്കാൻ ഒളിച്ചോടി പോന്നതാ. അവൾ തന്ന ഫോൺ നമ്പറിൽ വിളിച്ചോ? അത് സ്വിച്ച് ഓഫാ. രമ്യ സ്ഥിരമായിട്ട് അഖിലിനെ വിളിച്ചോണ്ടിരുന്ന ആ സിം കാർഡ് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. അതെന്തിനാ? വാങ്ങാൻ പറഞ്ഞാ വാങ്ങിയാ മതി. ഇന്ന് മുതൽ നിരന്തരമായി അഖിലിന്റെ ഫോൺ നമ്പറിൽ വിളിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് സൈബർ സെല്ലിന്റെ സേവനവും പ്രയോജനപ്പെടുത്താം. അവൻ അവളെ ചതിക്കാൻ തന്നെ വിളിച്ചു വരുത്തിയതാണെന്ന് ഉറപ്പാ. അഖിലെന്ന് പറയുന്നവൻ പറഞ്ഞു വിട്ട ആളോടൊപ്പം രമ്യ കാറിൽ കയറാതെ വന്നപ്പോഴാ ബലപ്രയോഗം ഉണ്ടായത്. പിന്നെ ഓട്ടോറിക്ഷക്കാർ ഇടപെട്ടു, സ്റ്റേഷനിലെത്തിച്ചു. അതിൽ പിന്നല്ലേ മൊബൈൽ സ്വിച്ച് ഓഫ് ആയത്? അതെ. അപ്പൊ ഉറപ്പാണ് പ്ലാനിങ് പൊളിഞ്ഞതോടെ പിടിയിലാവൂന്ന് പേടിച്ച് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തതായിരിക്കും. ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഇപ്പൊ എങ്ങനെയാ? സങ്കടം മാറിയിട്ടില്ല. പക്ഷേ കാമുകൻ ചതിയനാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. നാളെ അവളുടെ വിവാഹ നിശ്ചയം. വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചതിന്റെ സങ്കടം അവൾക്കിപ്പോ. എത്രയും പെട്ടെന്ന് വീട്ടുകാരെ അറിയിക്കണം. ഉത്തരവാദിത്തപ്പെട്ടവരുടെ കൂടെ മാത്രമേ അവളെ പറഞ്ഞയക്കാവൂ. ഒടുക്കം അവള് വീട്ടിലെത്തിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് തലവേദന ഉണ്ടാവരുത്. അതെ, സിം കാർഡ് വാങ്ങിക്കുന്ന കാര്യം മറക്കണ്ട. ആ കള്ളക്കാമുകനെ വെറുതെ വിട്ടാ ശരിയാവില്ല. അവന്റെ മൊബൈൽ നമ്പർ വെച്ച് നമുക്ക് അന്വേഷണം തുടങ്ങാം. എന്തിനാ ചേച്ചി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോ കാണണമെന്ന് പറഞ്ഞത്? അത് സബീനയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം പറയാനാ. ആ മൊബൈൽ കാമുകനെ തേടിയിട്ട് രമ്യയില്ലേ? ആ കുട്ടി തിരിച്ചു പോയല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചേച്ചി? അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ആ കുട്ടി കാരണം മെനക്കേടുണ്ടാവുന്ന എനിക്കാ. അവളുടെ നമ്പറിൽ നിന്ന് അഖിലിനെ വിളിച്ച് എങ്ങനെ അവനെ ഇവിടെ എത്തിക്കണമെന്നാ പ്രതാപേട്ടൻ പറയുന്നത്. അവൻ എത്ര വിരുദ്ധനാണെങ്കിലും അവനെ കസ്റ്റഡിയിൽ എടുക്കണം ചേച്ചി. ഒരു പാവം പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് വിവാഹ വാഗ്ദാനം നൽകി വിളിച്ച് വരുത്തിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവനൊന്നും വെറുതെ വിടരുത്. കണ്ടോ സബീനയുടെ ഉള്ളിൽ ആത്മരോഷം പുറത്തു വരുന്നുണ്ടോ? എനിക്കിങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നവരോട് തീർത്താൽ തീരാത്ത വെറുപ്പാ. നമ്മളെ വെറുതെ മോഹിപ്പിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം മുങ്ങിപ്പോലും. പറച്ചില് കേട്ടിട്ടത് സബീനയുടെ ജീവിതത്തിൽ സംഭവിച്ച പോലെ ഉണ്ടല്ലോ. എന്നെ എങ്ങാനും മൊബൈലിൽ വിളിച്ച് ആരെങ്കിലും പ്രണയാഭ്യർത്ഥന നടത്തിയാ ഞാൻ അവന്റെ വീട്ടിൽ പോയി അടി കൊടുക്കും. കൊടുത്തതുവാ. സത്യത്തിൽ സബീനയ്ക്കുള്ളതുപോലുള്ള പ്രതിഷേധമൊന്നും എനിക്ക് ഈ കാര്യത്തിലില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇടപെടാൻ എനിക്കൊരു മടി. എന്നിട്ട് ചേച്ചിയാണല്ലോ ആ രമ്യയെ ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിച്ചത്. അത് പിന്നെ ഹെൽപ്പ് ലൈനിൽ വരുന്നവർക്ക് സാന്ത്വന ആത്മവിശ്വാസവും നൽകേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയല്ലേ? പ്രതാപേട്ടൻ ആ കുട്ടിയുടെ മൊബൈൽ സിം എന്നെ ഏൽപ്പിച്ചിരിക്കുക. അവളുടെ കാമുകന്റെ മൊബൈലിലേക്ക് നിരന്തരം വിളിക്കാൻ. അയ്യോ, അതിന് അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. പറഞ്ഞ പ്രതാപേട്ടന് മനസ്സിലാവണ്ടേ? എപ്പോഴെങ്കിലും ഓണാവുന്ന SI സാർ പറയുന്നേ. പ്രതാപ സാർ അങ്ങനെ പറഞ്ഞാ ചിലപ്പോ ഓണാക്കാൻ സാധ്യത കാണുമായിരിക്കും. അങ്ങനെ ഓണാകുമ്പോ രമ്യയുടെ രീതിയിൽ ഞാൻ സംസാരിക്കണ്ടേ? സംസാരിക്കണം. എനിക്ക് അഭിനയൊന്നും വശമില്ല സബീനെ. എന്നാര് പറഞ്ഞു? ഞാൻ നോക്കിയിട്ട് എന്നേക്കാൾ നല്ല അഭിനയം ചേച്ചിയുടെയാ. ചേച്ചിയുടെ നോട്ടവും ചിരിയും വർത്തമാനവും ഇടയ്ക്കുള്ള ആ കണ്ണുരുട്ടലും അതൊക്കെ കാണാൻ എന്ത് രസാ. ചേച്ചി കല്യാണം കഴിക്കാതിരുന്നേലേ ഉറപ്പാ ഡെയിലി ഒരു 10 പേരെങ്കിലും I love you എന്ന് മെസ്സേജ് അയച്ചേനെ. അതെ, സബീന എനിക്കൊരു സഹായം ചെയ്യണമെന്ന് പറയാനാ ഞാൻ കാണണമെന്ന് പറഞ്ഞു. അല്ലാതെ എന്നെ കുറിച്ചുള്ള വർണ്ണന കേൾക്കാനല്ല. എന്ത് സഹായ ചേച്ചി? ഇതേ ആ രമ്യയുടെ സിമ്മിട്ടിരിക്കുന്ന മൊബൈലാ. ഇതിൽ നിന്നും ആ അഖിലിന്റെ നമ്പറിലേക്ക് സബീന നിരന്തരം വിളിക്കണം. അയാൾ എപ്പോഴെങ്കിലും കോൾ എടുത്താൽ രമ്യയെ പോലെ സംസാരിച്ച് എങ്ങനെയെങ്കിലും അയാളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കണം. ഇത് ചേച്ചിയെ പ്രതാപ സാർ ഏൽപ്പിച്ച ഡ്യൂട്ടി അല്ലേ? അതൊന്നും എനിക്ക് വഴങ്ങില്ല, അതുകൊണ്ടാ. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്. സബീന പ്ലീസ്, എനിക്ക് വേണ്ടി സബീനെ ചെറിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം പ്ലീസ്. ചേച്ചി ആവശ്യപ്പെട്ട ഇതല്ല, ഇതിനേക്കാൾ വലിയ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാം. പക്ഷേ പ്രതാപ സാറ് ചേച്ചിയെ ഏൽപ്പിച്ച ഒരു കാര്യം ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാ സാർ എന്നോട് ദേഷ്യപ്പെടും. അതിന് പ്രതാപൻ സാർ ഇത് അറിയണ്ട. അറിയോല്ലോ. അപ്പൊ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നോട് ദേഷ്യപ്പെടും. ചിലപ്പോ ചേച്ചിയെ ഷൗട്ട് ചെയ്യും. ഞാനായിട്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കണോ? സബീന പ്ലീസ്. അതല്ലെങ്കിൽ ഇക്കാര്യം പ്രതാപ സാറിനോട് പറയണം. അത് പറയാത്തിടത്തോളം കാലം ഞാനത് ചെയ്യാൻ പാടില്ല. ചേച്ചിക്ക് എന്നോടൊന്നും തോന്നരുത്. എന്നെ ഒഴിവാക്കണം പ്ലീസ്.
രമ്യ വീട്ടിലെത്തിയെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അവൾ തന്ന സിമ്മിൽ നിന്നും നീ അഖിലിന്റെ നമ്പറിലേക്ക് വിളിച്ചോ? ഞാൻ എത്ര മണിക്കൂറായിട്ട് വിളിച്ചോണ്ടിരിക്കാന്ന് അറിയോ? ഇപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയാ. സൈബർ സെല്ലിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ കണ്ട ലൊക്കേഷൻ തച്ചങ്കോടാണ്. അയാൾ ആ സിം ഊരി മാറ്റി മറ്റൊരു സിം ഉപയോഗിച്ചാലും മൊബൈലിന്റെ IMEI നമ്പർ ഉപയോഗിച്ച് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അയാൾ സിം ഊരിക്കളയുകയോ ആ മൊബൈലിൽ മറ്റൊരു സിം ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം അയാൾ ഇന്നലെ രാത്രി മൊബൈൽ ഓണാക്കിയിരുന്നു. അപ്പോൾ മെസ്സേജ് റിസീവ് ആയിട്ടുണ്ട്. അത് വെച്ച് പരിശോധിച്ചപ്പോഴും ഇവിടത്തെ ടവറാണ് കാണിക്കുന്നത്. അപ്പോ രമ്യയെ വഞ്ചിച്ച ക്രിമിനൽ തച്ചങ്കോട് തന്നെ ഉണ്ടെന്ന് അർത്ഥം. അയാൾ ബുദ്ധിശാലിയാണെങ്കിൽ ആ മൊബൈലിൽ മറ്റൊരു സിം ഉപയോഗിക്കില്ല. പക്ഷേ മറ്റൊരു സിം ഉപയോഗിക്കാത്തടത്തോളം കാലം അയാൾക്കത് എപ്പോഴെങ്കിലും ഓണാക്കേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴെങ്കിലും ലൈന് കിട്ടിയാൽ രമ്യയായിട്ട് സംസാരിക്കണം. എങ്ങനെയായിരുന്നു അവർ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? അതൊക്കെ ഞാൻ മനപ്പാടമാക്കി വെച്ചിരിക്കുക. അല്ല പ്രതാപേട്ട, ഈ സിം ഐഡിയയുടേതല്ലേ? അപ്പൊ അവരുടെ സെന്ററുമായിട്ട് ബന്ധപ്പെട്ടാൽ ആരുടെ പേരിലാ സിം എന്നറിയില്ലേ? അക്കാര്യങ്ങളെല്ലാം സബാസ്റ്റിൻ ഏറ്റിരിക്കുക. നാളെ രാവിലെ 10 മണിക്ക് മുമ്പ് ഫുൾ ഡീറ്റെയിൽസ് തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. സിം കാർഡ് ആരുടെ പേരിലാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽ കിട്ടി. കറുപ്പുസ്വാമി ബ്ലോക്ക് നമ്പർ 17 എന്ന വിലാസത്തിലുള്ളത്. നാഗർകോവിലിൽ നിന്നുള്ള ആളാ. അപ്പൊ കറുപ്പുസ്വാമിയാണോ ഈ അഖിൽ? അതിനൊരു സാധ്യതയില്ല. കാരണം കറുപ്പുസ്വാമി മരിച്ചിട്ട് 3 കൊല്ലമായി. മരിച്ചുപോയ കറുപ്പുസ്വാമിയുടെ തിരിച്ചറിയൽ രേഖകൾ വെച്ച് സംഘടിപ്പിച്ചതാവാം. ഇല്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയതായിരിക്കും. ക്രിമിനൽസുകളെല്ലാം കയ്യിൽ വെച്ചിരിക്കുന്നത് ഇതുപോലെ സംഘടിപ്പിക്കുന്ന സിമ്മാണ് സാറേ. പക്ഷെ അവൻ ഈ തച്ചങ്കോട് തന്നെ ഉണ്ട്. തച്ചങ്കോട് അങ്ങനെ ഒരു ക്രിമിനൽ ആരാന്നാ ഞാൻ ആലോചിക്കുന്നത്. പ്രതാപേട്ട, ബെല്ലുണ്ട്. എടുത്ത സംസാരിക്കണം. കൃത്യം ആ കുട്ടിയുടെ മോഡുലേഷൻ വേണം ഫോളോ ചെയ്യേണ്ടത്. സ്പീക്കർ ഫോണിൽ റെക്കോർഡും ചെയ്യണം. റെക്കോർഡ്. ഹലോ അഖിൽ. ഹലോ. ഇന്റിമസി. അഖിൽ, രമ്യ. ഞാൻ വീട്ടിൽ. എന്റെ വിവാഹ നിശ്ചയം മുടങ്ങി. എന്താ അഖിൽ അന്ന് സംഭവിച്ചത്? അത് നീ വന്നപ്പോൾ എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാനൊരു മീറ്റിംഗിലായിരുന്നു. അതാ ഞാനൊരു ഫ്രണ്ടിന് അയച്ചത്. അയാൾ എന്നോട് മോശമായി പെരുമാറി. അതിനുശേഷം അഖിലിനെ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ്. അന്ന് മുതൽ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ അയച്ച സുഹൃത്തിന്റെ അടുത്ത് മോശമായി പെരുമാറിയെന്നറിഞ്ഞപ്പോ ഞാൻ വല്ലാതെ തകർന്നു പോയി. നീ എന്നെ തെറ്റിദ്ധരിച്ച് കാണുമെന്നാണ് ഞാൻ കരുതിയത്. ആ സങ്കടത്തിൽ ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഹരിദ്വാറിലേക്ക് ഫ്ലൈറ്റ് കയറി. ഇപ്പൊ തിരിച്ചു വന്ന് രുദ്രാക്ഷം ഊരി മൊബൈൽ ഓൺ ചെയ്തതേ ഉള്ളൂ. എനിക്ക് അഖിലിനെ കാണണം. നിന്നെ കാണാഞ്ഞിട്ട് എന്റെ മനസ്സ് വെമ്പുകയാ. നിന്നെ കൈ കിട്ടാഞ്ഞിട്ട് എന്റെ കൈയാടാ വെമ്പുന്നത്. ഇന്ന് രാത്രി ട്രെയിൻ കയറി തിരുവനന്തപുരത്തേക്ക് വന്നേ. വരണം, ഞാൻ കാത്തിരിക്കും. എനിക്ക് രമ്യയെ കാണാൻ തിടുക്കമായി. അപ്പൊ നാളെ തച്ചങ്കോട് വെച്ച് നമ്മൾ നേരിൽ കാണുന്നു. ഓക്കേ, ബൈ ഡാ. എങ്ങനെയുണ്ടായിരുന്നു? കുറച്ചുകൂടെ ശരിയാക്കാമായിരുന്നു. കുറച്ചുകൂടെ ശരിയാണ്ട. സംഗതി കസറി ആലിസേ. ഒറിജിനൽ രമ്യ തോറ്റുപോകും. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ നാളെ ഓപ്പറേഷൻ അഖിൽ. വിളിക്കേ. തച്ചങ്കോട് ജംഗ്ഷനിൽ എത്തിയെന്ന് പറ. അഖിൽ, രമ്യയാണ്. ഹലോ രമ്യ, അഖിലാണ്, പറയൂ. ഞാനിവിടെ തച്ചങ്കോട് എത്തി. എത്തിയോ? എനിക്ക് രമ്യയെ കാണാൻ തിടുക്കമായി. അഖിൽ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ തച്ചങ്കോട്ടേക്ക് വന്നോണ്ടിരിക്കുക. 2 മിനിറ്റിനകത്തെത്തും. ഞാൻ ജംഗ്ഷനിൽ നിന്ന് അല്പം മാറി പോസ്റ്റ് ഓഫീസിന് അടുത്തായിട്ടാ. ഞാൻ വൈറ്റ് റോസ് കോമ്പിനേഷനിലുള്ള ചുരിദാറായിട്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ കണ്ടുപിടിച്ചോളാം. അവിടെ തന്നെ നിന്നോളണേ. രമ്യക്ക് എന്നോട് വിരോധമൊന്നുമില്ലല്ലോ. അന്നെന്റെ കൂട്ടുകാരൻ എന്നെ ചതിച്ചതാ. അവനൽപ്പം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാ. സോറി, വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ. അഖിലിനെ എനിക്ക് അറിയില്ലേ, പക്ഷെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയപ്പോ ഞാനൊന്ന് പേടിച്ചു. നിന്റെ എല്ലാ പേടിയും മാറ്റാൻ ഞാനിതാ ഇപ്പൊ എത്തും. ഓക്കെ, ഇപ്പൊ എത്തുന്നു. 2 മിനിറ്റ് എന്ന് പറഞ്ഞു. എങ്കിൽ ഞങ്ങൾ കുറച്ച് മാറി നിൽക്കാം. സെബാസ്റ്റ്യ, അത് വേണോ സാർ? സബീനെ തട്ടിക്കൊണ്ടുപോയതുപോലെ അവർ ആളുമായി വണ്ടിയിൽ വന്നാലോ? ആലിസ്, നീ പേടിക്കാതെ നിൽക്കേ.
ഒരു പോലീസുകാരി ഇങ്ങനെ ഭയന്നാലോ? ഒരു ക്രിമിനലിനെ പിടിക്കാൻ കുറച്ച് റിസ്ക് എടുത്തേ പറ്റൂ. ഒരുപാട് ദൂരേക്ക് പോയിക്കരുത്. സംസാരിച്ചു തുടങ്ങുമ്പോഴേ വന്നേക്കണേ. അഖിലും രമ്യയെ നേരിട്ട് കണ്ടിട്ടില്ലാത്തോണ്ട് ഒരു പ്രശ്നവും. നീയേ മുഖം അല്പം ഒന്ന് മറച്ചു നിന്നാ മതി. ഓക്കെ ഓക്കെ, ചെല്ല് ചെല്ല്, ധൈര്യമായിട്ട് പോ. വാ. ബ്രാഞ്ച് മുതലാളി 2-3 ദിവസമായിട്ട് കാണാനില്ലായിരുന്നല്ലോ. എങ്ങനെ കാണാനാടോ? ഒരു കള്ളം കാരണം ഒരാഴ്ചയായിട്ട് കേസും ബുക്കാറും ഒക്കെ ആയിട്ട് കഴിയുമല്ലായിരുന്നോ? ആ കള്ളം ബാസുവേ, അവൻ വ്യാജമദ്യം നിറച്ച സ്കൂട്ടർ എന്റെ പെടലേക്ക് വെച്ചിട്ട് മുങ്ങി. എന്റെ പൊന്നേടാവേ, ഉടുക്ക നല്ല തുക ഇറക്കി കളിച്ചിട്ട് ആ കേസിൽ നിന്നൊന്ന് ഊരിയത്. അവനെങ്ങാനും എന്റെ കൈ കിട്ടിയ അവന്റെ ഓരോ എല്ലും ഞാൻ ഊരും. അങ്ങനെയാണെങ്കിൽ കള്ളൻ ഇവിടെ തന്നെ ചുറ്റിക്കിറങ്ങുന്നുണ്ട്. ഇവിടെയോ? അവൻ ആ കടയുടെ പുറകെ കൂടെ അപ്പുറത്തോട്ട് ചാടിയിട്ടുണ്ടെന്ന്. ആഹാ, എങ്കിൽ ഇന്നുകൊണ്ട് അവന്റെ ചാട്ട ഞാൻ നിർത്തും. ആരെയോ പ്രതീക്ഷിച്ചുള്ള നിപ്പ ആണോ? അത് കഴിയാതെ പോവില്ല. ആ ശരി, ഇപ്പൊ പുറകെ പോയാ കൈയോടെ പിടിക്കാം. ഹലോ, എടാ മുരുക, രായപ്പനെയും ശിവനെയും കൂട്ടി നമ്മുടെ വണ്ടി എടുത്തോണ്ട് ജംഗ്ഷനിലോട്ട് വാ. ഏതാ ഒരു കള്ളനെ പിടിക്കാനുണ്ടെന്ന്. എല്ലാരെയും വിളിച്ചു വരുത്തി ആഘോഷമായിട്ട് പിടിക്കാൻ ചെല്ലുമ്പം കള്ളന്റെ വഴിക്ക് പോകും. എന്നാ പിന്നെ അവന്മാര് വരുന്നതിന് മുമ്പ് ഞാൻ അവനെ കീഴ്പ്പെടുത്തിക്കൊള്ളാം. ഇന്ന് ഈ നാട്ടിലെ 2 പൊതുശാപങ്ങളിൽ ഒന്നിന്റെ കാര്യത്തിൽ തീരുമാനമാവും. എടാ, എന്റെ സ്വർണം, അത് കഴിഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ മാറ്റ് എല്ലാം നീ കൊണ്ടുപോയി അല്ലടാ. എന്റെ സാധനം മുഴുവൻ തിരിച്ചു വേണം. സ്വർണ്ണം വേണോ? വേണം. മാറ്റി തരാൻ വേണം. വേണം. കയ്യണി കയ്യണി. അയ്യോ, ഈ പ്രാവശ്യം അവൻ എന്നെ ഹലോ അഖിൽ, മൊബൈൽ ഫോണിലൂടെ മാത്രം സംസാരിച്ച് ഹൃദയങ്ങൾ കൈമാറി നമ്മൾ ആദ്യമായിട്ട് നേരിട്ട് കാണാൻ പോവുക. അതിന്റെ ത്രില്ലിൽ നിൽക്കുന്ന എനിക്ക് കാത്തു നിൽപ്പ് അസഹ്യമാ. എന്നെ കണ്ടില്ല? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഞാൻ കണ്ടു എന്റെ മനസ്സിൽ. ആ, അതാണോ? വേഗം വാ, ഞാനീ മരച്ചുവെട്ടി തന്നെ ഉണ്ട്. ഏത് മരച്ചുവെട്ടിൽ? ഇത്ര വേഗം മാറുന്നോ? തച്ചൻകോട് ജംഗ്ഷനിലെ പോസ്റ്റ് ഓഫീസിനടുത്തുള്ള മരച്ചുവെട്ടിൽ. പിന്നെ അവിടെ തന്നെ നിന്നോ, ഞാൻ ദാ വരുന്നു. ഡ്രസ്സിന്റെ കളർ മറക്കണ്ട, വൈറ്റും റോസ് കോമ്പിനേഷനുള്ള ചുരിദാർ. പ്രതാപേട്ട, കക്ഷി ഇപ്പൊ എത്തും. റെഡി ആയിക്കോ. ഓക്കെ സെബാസ്റ്റ്യൻ സാർ, വണ്ടി പതുക്കെ എടുത്തു. ആളെ തറയും. ഞാനെത്തി. എവിടാ?